ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ചെമ്മീൻ പൊരിച്ചതിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഒരുപാട് മസാലയോട് കൂടിയിട്ട് ഓരോ ചെമ്മീൻ്റെ പീസിലും കുറേ മസാല കോട്ടഡ് ആയിട്ടുള്ള ഒരു ചെമ്മീൻ ഫ്രൈഡ് റെസിപ്പിയുമായിട്ടാണ്. എല്ലാവരും ഇത് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സും ഇതിന് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതിയിരിക്കാൻ മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ശരി, നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം നമുക്ക് ചെമ്മീൻ ചെറുതായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് കൊടുക്കാനുണ്ട്. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് അധികം ചേർക്കേണ്ട, ഇനി വീണ്ടും നമുക്ക് ഉപ്പ് ചേർക്കാനുള്ളതാണ്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നിങ്ങോട്ട് ഒരു പേസ്റ്റ് പരുവത്തിലാക്കിയെടുക്കണം. ഒരുപാട് വെള്ളം ഒഴിക്കരുത് കേട്ടോ. ഈ ഒരു മാരിനേഷൻ ചെറുതായിട്ട് ഒരു തിക്നെസ് വേണം. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നിങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 1 കിലോ ചെമ്മീൻ, ഞാൻ മീഡിയം സൈസ് ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെമ്മീനിൽ വെള്ളം ഉണ്ടാവാൻ പാടില്ല ഇങ്ങനെ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉടനെ തന്നെ ഇത് ഫ്രൈ ആക്കുകയാണ്. കുറച്ച് നേരം വെക്കുന്നൊന്നുമില്ല, അപ്പോൾ തന്നെ ഫ്രൈ ആക്കി എടുക്കുവാണ്. പിന്നെ കുറേ പേർക്കൊക്കെ അറിയുന്നുണ്ടാവും, എന്നാലും അറിയാത്തവർക്കായിട്ട് പറയുവാണ്. ചെമ്മീനിന് അത്ര വേവൊന്നുമില്ല, പെട്ടെന്ന് കുക്കാവുന്ന ഒരു ഐറ്റം തന്നെയാണ് ചെമ്മീൻ. പലരും തെറ്റായിട്ട് ധരിച്ചിരിക്കുന്നത് ചെമ്മീൻ പ്രഷർ കുക്കറിലൊക്കെ കുക്ക് ചെയ്യേണ്ടി വരുന്നതാണ്. അങ്ങനെയൊന്നും ആവശ്യമില്ല, പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. ചെമ്മീൻ്റെ സൈസൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെമ്മീൻ്റെ വേവൊക്കെ കണക്കാക്കുന്നത് കേട്ടോ. ചെറിയ ചെമ്മീനാണെങ്കിൽ പെട്ടെന്ന് കുക്കായി കിട്ടും, വലിയ ചെമ്മീനാണെങ്കിൽ കുറച്ചുകൂടെ സമയം എടുക്കും, അത്രയേ ഉള്ളൂ. എന്നാലും ചിക്കൻ്റെ ഒക്കെ ആ ഒരു ടൈമിങ് തന്നെ എടുക്കുന്നുള്ളൂ കേട്ടോ. ഇനി ഒരു പാന് ചൂടാക്കിയിട്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മളിതുപോലെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുവാണ്, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കേട്ടോ. ചെമ്മീൻ ആദ്യം ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ട് വേണം നമുക്ക് വേറൊരു മാരിനേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചെമ്മീൻ അവിടെ റെഡി ആകുമ്പോഴേക്കും നമുക്ക് വേറൊരു മസാല റെഡിയാക്കാനുണ്ട്. ആ സെയിം പാത്രത്തിലോട്ട് തന്നെ ഒരു ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ, 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, ഒരു 3 ടേബിൾ സ്പൂണോളം വിനാഗിരി, പിന്നെ കുറച്ച് ഉപ്പും അധികം ആവേണ്ട, നമ്മൾ നേരത്തെയും ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് കറക്റ്റായിട്ട് നോക്കാം. എന്നിട്ടെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഈ ഒരു പേസ്റ്റ് പരത്തിലായിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ ഈ ചെമ്മീനിലെ മേലെ കുറേ മസാല കോട്ടഡ് ആവാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നത്. എരിവ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും കുറച്ചുകൂടെ അധികം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ നല്ലൊരു കളറും കൂടി കിട്ടും കേട്ടോ ഈ ഒരു ചെമ്മീനിന്. അപ്പോൾ ഇതാ നമ്മുടെ ചെമ്മീൻ ഇപ്പം അത്യാവശ്യം കുക്കായിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്തിട്ടുള്ളൂ. ഒരുപാട് നേരമൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നമ്മളിത് മസാലയിലോട്ട് ചേർത്തിട്ട് വീണ്ടും കുക്കാക്കുന്നതാണ്. പിന്നെ ഇങ്ങനെ നമ്മൾ ചെമ്മീൻ ഫ്രൈ ആക്കുന്ന സമയത്ത് ഒരുപാട് എണ്ണയിൽ ഫ്രൈ ആക്കരുത്, അപ്പോൾ മസാലയൊക്കെ പോവും, അതൊന്ന് ശ്രദ്ധിക്കുക. ഷാലോ ഫ്രൈ ആണ് നമ്മൾ ചെയ്യേണ്ടത്, ഒരുപാട് എണ്ണയിൽ ഫ്രൈ ആക്കി എടുക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ നല്ലോണം മസാലയൊക്കെ ചെറുതായിട്ടൊക്കെ കോട്ടായിട്ടുണ്ട്. ചെമ്മീൻ അത്യാവശ്യം കുക്കായിട്ടുണ്ട്. നമുക്ക് ഇനി എണ്ണ ഒന്ന് ചെറുതായിട്ടൊന്ന് ഡ്രെയിൻ ആക്കിയിട്ട് ആ ചെമ്മീൻ മാത്രം അവിടെ നിന്ന് എടുക്കാം, കാരണം നമുക്ക് ആ ബാക്കിയുള്ള എണ്ണയിൽ നമുക്ക് വേറെ പരിപാടികളുണ്ട്. അപ്പോൾ ചെമ്മീൻ മാത്രം ഒന്ന് ഇങ്ങോട്ട് മാറ്റി വയ്ക്കുക വേറെ പ്ലേറ്റിലോട്ട്. ഇനി ആ സെയിം പാനിലോട്ട് തന്നെ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ റെസിപ്പീസിലൊക്കെ നമ്മൾ അത്യാവശ്യം വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ അത് അത്ര ടേസ്റ്റി ആവില്ല, അതുകൊണ്ടാണ് അത്രയും വെളിച്ചെണ്ണ ചേർക്കുന്നത് കേട്ടോ. കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് വെളുത്തുള്ളിയും അതുപോലെ ചെറിയ ഉള്ളിയും കൂടി ക്രഷ് ചെയ്തതാണ്. നമ്മൾ ബ്ലെൻഡറിൻ്റെ ചെറിയ ജാറിലിട്ടിട്ടാണ് ചെറുതായിട്ടൊന്ന് പൾസ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഒരുപാട് പേസ്റ്റ് ആക്കരുത് കേട്ടോ, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇത് ചെറിയ ഫ്ലെയിമിൽ വെക്കും വേണം, അല്ലെങ്കിൽ ആ മസാലയ്ക്ക് പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി ഇതിൽ നല്ലോണം വഴറ്റിയെടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക ഈ ഒരു സ്റ്റേജിൽ. ഈ ഒരു റെസിപ്പിയിലോട്ട് ഇഞ്ചി വേണ്ട കേട്ടോ. നമ്മൾ ചെറിയ ഉള്ളി ഒരു 2 പിടിയോളം എടുത്തിട്ടുണ്ട്, അതുപോലെ വെളുത്തുള്ളി ഒരു വലിയൊരു ഉണ്ട എടുത്തിട്ടുണ്ട്. അത്രേ എടുത്തിട്ടുള്ളൂ. വെളുത്തുള്ളിയൊക്കെ കൂടുതലുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ചെമ്മീനിന്. അപ്പോൾ ഇതാ നമ്മുടെ മസാല നല്ലോണം കുക്കാവുന്നുണ്ട്. ആ ഒരു നമ്മളിതിലോട്ട് ചേർത്തിട്ടുള്ള ചെറിയ ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ഒരു പച്ചമണം മാറുന്ന വരെ നമ്മൾ കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഇനി അതിൻ്റെ മിഡിൽ പോർഷനായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മസാല ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം കുക്ക് ചെയ്തെടുക്കണം. ആ ഒരു മസാലയുടെ പച്ചച്ചോവൊക്കെ ഒന്ന് പോകണം. എന്നിട്ട് മാത്രം നമ്മളിതിലോട്ട് ചെമ്മീൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ, ഫ്രൈ ആക്കിയുള്ള ചെമ്മീൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അത് നല്ലോണം കുക്കാവട്ടെ ഈ ഒരു മസാല.
അപ്പോൾ ദാ മുകളിൽ ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ചെറിയ ഫ്ലെയിമിൽ ഇതുപോലെ കുക്കാക്കിയിട്ട് എണ്ണ ഇങ്ങനെ മുകളിൽ തെളിഞ്ഞ് വന്ന ആ ഒരു സ്റ്റേജിലാണ് നമ്മൾ ചെമ്മീൻ ചേർത്ത് കൊടുക്കുന്നത്, ഫ്രൈ ആക്കിയുള്ള ചെമ്മീൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഓരോ സ്റ്റെപ്പും കാണിക്കാൻ കാരണം നമ്മളിപ്പം ആ ഒരു ചെറിയ ഉള്ളി വെളുത്തുള്ളി നമ്മൾ ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുത്തില്ലേ, ഉടനെ തന്നെ നമ്മൾ ചെമ്മീൻ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പം ആ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ നല്ലോണം കുക്കായിട്ട് അല്ലെങ്കിൽ മസാല നന്നായിട്ട് കുക്കായിട്ട് മാത്രമേ നമ്മളിതിലോട്ട് ചെമ്മീൻ ചേർത്ത് കൊടുക്കാവൂ കേട്ടോ. അതൊക്കെയാണ് ചെറിയ ചെറിയ മിസ്റ്റേക്ക് നമ്മളെ റെസിപ്പീസിൽ ടേസ്റ്റിന് മാറ്റം വരുത്തുന്ന മിസ്റ്റേക്സ് അതൊക്കെയാണ്. മസാല നല്ലോണം കുക്കാവണം, അതിനുശേഷം മാത്രമേ നമ്മൾ മെയിൻ ചേരുവകൾ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ദാ ആ ഒരു മസാലയിൽ നമ്മുടെ ചെമ്മീൻ ഫ്രൈ ആക്കിയുള്ള ചെമ്മീൻ നല്ലോണം കോട്ടാവുന്ന രീതിയിൽ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ മസാലയൊക്കെ ഭയങ്കരമായിട്ട് കരിഞ്ഞു പോകും, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഒരു സംഭവം ചേർത്ത് കൊടുക്കുന്നുണ്ട്, മല്ലിപ്പൊടി. മല്ലിപ്പൊടി നമ്മൾ ഇതുപോലത്തെ റെസിപ്പീസിലൊക്കെ ചേർത്ത് കൊടുക്കുന്നത് 2 ടീസ്പൂൺ ആട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത്. ലാസ്റ്റ് സ്റ്റേജിലാണ് ചേർത്തിട്ടുള്ളത്. ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ ചെമ്മീനിലൊക്കെ നല്ലോണം മസാല ഇങ്ങനെ എന്താ പറയുക, ഓരോ ചെമ്മീൻ്റെ പീസിലും അത്യാവശ്യം നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ. ഓരോ ചെമ്മീനിലും നല്ലോണം മസാല കോട്ടഡായിട്ട് വരും. ശരിക്കും കുറേ പേര് ചേർക്കാത്തൊരു ചേരുവയാണ് ഈ മല്ലിപ്പൊടി. മല്ലിപ്പൊടി അധിക പേരും ചിക്കനിൽ മാത്രമേ ചേർക്കുന്നുണ്ടാവുള്ളൂ, ചെമ്മീനിലും മീനിലും ഒന്നും ചേർക്കില്ല. പക്ഷേ മീൻ പൊരിക്കുമ്പോഴും ചെമ്മീൻ പൊരിക്കുമ്പോഴൊക്കെ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾ. എന്നിട്ട് ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ മല്ലിപ്പൊടി നമ്മൾ ചേർത്തല്ല, അപ്പോൾ ഒന്ന് എല്ലാം കൂടി കമ്പൈനായിട്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നങ്ങോട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ആ ഒരു മസാല എല്ലാം കൂടി ഒന്ന് കമ്പൈനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ചെമ്മീൻ പൊരിച്ചത് റെഡി ആയിട്ടുണ്ട്. ഓരോ ചെമ്മീൻ പീസിലും അത്യാവശ്യം മസാല കോട്ടഡായിട്ട് കിട്ടും ഇങ്ങനെ ചെയ്യുമ്പോൾ. അതുപോലെ ആ ക്രഷ് ചെയ്തിട്ടുള്ള ചെറിയ ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ഫ്ലേവർ അതിങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ആ ഒരു മസാല കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. പിന്നെ ലാസ്റ്റ് കുറച്ച് കറിവേപ്പില, ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ചെമ്മീൻ പൊരിച്ചത്. ഇങ്ങനെ ചെമ്മീൻ ഫ്രൈ ഉണ്ടാക്കുമ്പോഴുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ ഒരു 3-4 പീസ് ചെമ്മീൻ മതിയാവും. അത്രയും മസാല കോട്ടഡ് ആയതുകൊണ്ട് തന്നെ ചെമ്മീനിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഓരോ പീസ് കഴിക്കുമ്പോഴും. അപ്പോൾ കുറച്ച് ചെമ്മീൻ കൊണ്ട് നമുക്ക് ഒരുപാട് ചോറ് കഴിക്കാനൊക്കെ പറ്റും. കുട്ടികൾക്കാണെങ്കിൽ ഒരുപാട് ഇഷ്ടമാവും. എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്നൊരു ചെമ്മീൻ പൊരിച്ചതിൻ്റെ റെസിപ്പിയാണത്. എന്തായാലും ഉണ്ടാക്കി നോക്കാം കേട്ടോ. കുറേ നമ്മൾ ചെമ്മീൻ വാരിക്കോരി കഴിക്കുകയൊന്നുമില്ല ഇങ്ങനെ ചെയ്യുമ്പോൾ. അത്യാവശ്യം ഫ്ലേവർഫുൾ ആയതുകൊണ്ട് തന്നെ എന്താ പറയുക, കുറച്ച് ചെമ്മീൻ മാത്രം കൊണ്ട് നമുക്ക് ഒരുപാട് ചോറ് കഴിക്കാൻ പറ്റും. പിന്നെന്താ, മല്ലിപ്പൊടി നിങ്ങൾ ചേർക്കുന്നത് ഒഴിവാക്കരുത്. മല്ലിപ്പൊടി മീൻ പൊരിക്കുന്ന റെസിപ്പിയിലും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നും കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു മല്ലിപ്പൊടി ചേർക്കാറില്ല എന്ന്. അതേപോലെ തന്നെ ചെമ്മീനിലും കുറേ പേര് മല്ലിപ്പൊടി ചേർക്കാറില്ല. മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ലോണം ചെമ്മീനിൽ മസാല കോട്ടഡായിട്ട് കിട്ടും ചെയ്യും, നല്ല ടേസ്റ്റാണ്. ഒരുപാട് നമുക്ക് എരിവ് ഇഷ്ടപ്പെടാത്തവർക്കൊക്കെ തീർച്ചയായിട്ടും മല്ലിപ്പൊടി കൂട്ടിയിട്ട് മുളക് പൊടി കുറച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചോറിൻ്റെ കൂടെ ഇത്രയും മതി ഒരുപാട് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സ്പെഷ്യൽ ചെമ്മീൻ പൊരിച്ചതിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും റിലേറ്റീവ്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ നോക്കുക. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ടോ വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ. താങ്ക് യു.